സ്വഹാബിയായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദ ഞങ്ങൾ ഈ പറയുന്നത്. അത് രേഖപ്പെടുത്തി വെച്ചത് ലോകത്തെ തുല്യതയില്ലാത്ത പണ്ഡിതൻ ഇമാം നവവി റഹിമഹുല്ലാ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലാണ്. ഹറക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ അറിയുന്ന മൗലവിമാരി സദസ്സിലുണ്ടോ? കടന്നു വരണം, നിങ്ങൾ നോക്കണം, ഇത് ഉറപ്പുവരുത്തണം. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഈ മൈക്കയുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറയണം. നിങ്ങൾ കഴിയുമോ? നിങ്ങൾക്ക് ഉമ്മ പെറ്റ ആൺകുട്ടികളുണ്ടോ ഇവിടെ? ഞാൻ വെല്ലുവിളിക്കുന്നു. അല്ല, അതിപ്പോ സക്കറിയ സലാഹി പറഞ്ഞില്ല, അതില് ഇല്ല. അത് അങ്ങനെ അപ്പൊ കായക്കൊടി പറഞ്ഞ കളവാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നമുക്ക് ആ വിഷയം വിടാം. ശരി, വിടാൻ പറ്റൂല. വിടുകയോ? പച്ച നുണ പറയുന്നവരെ വിടുകയോ? വിടാൻ പറ്റില്ല. കായക്കൊടി കുന്നത്തേരിയിൽ നിന്ന് കളവ് പറഞ്ഞത് എറണാകുളത്തുകാര് മാപ്പ് കൊടുക്കുമോ? ഇല്ല. സംവാദത്തിന്റെ സമയത്ത് പച്ച നുണ ഈ സമുദായത്തെ വെച്ച് പറഞ്ഞിടാ. ഒന്നുകൂടി കാണിക്കട്ടെ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم. من عمل عملا ليس عليه أمرنا فهو رد. شفيعنا وحبيبنا محمد رسول الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്തെ സുന്നി ഐക്യവേദി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് നാം ഉള്ളത്. മുഖാമുഖം എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന നമ്മുടെ ഈ പരിപാടി, അതിൽ തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി എന്റെ വിഷയാവതരണം ഞാൻ വെറും ഒരു ആമുഖം മാത്രമാക്കി ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് അവറുകൾ, മറ്റു സുന്നത്ത് ജമാഅത്തിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ സദസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരൊറ്റ വാക്ക് പറയുന്നു, ഇത്തരം സദസ്സുകൾ, ഇതിന്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രസംഗിക്കുന്ന ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരിക്കലും ഈ ലോകത്ത് ശാശ്വതമല്ല.
ഈ സദസ്സിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുമെന്നതിന് നമുക്ക് ഗ്യാരണ്ടിയില്ല. ഏത് സമയത്തും നമ്മുടെ അന്ത്യമുണ്ടാവാം. പക്ഷേ അള്ളാഹു നമ്മോട് പറഞ്ഞൊരു കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അപ്പോ നാം ഒക്കെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. ഖബറിലെത്തിയാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണം. മഹ്ശറയിലെത്തിയാൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്, അവിടുത്തെ ഹൗദുൽ കൗസർ എല്ലാം കഴിഞ്ഞ് അവസാനം സ്വർഗലോകത്ത് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അണിനിരന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആകാശഭൂമികളുടെ സൃഷ്ടാവായ നമ്മുടെ എല്ലാം നമുക്ക് തന്ന നമ്മുടെ റബ്ബിനെ കാണുക എന്ന അതിമഹത്തായ സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അത് നമുക്ക് കിട്ടണം. അതെല്ലാം കിട്ടാനുള്ള വഴി എന്താണ്? അതെല്ലാം കിട്ടാനുള്ള വഴി യഥാർത്ഥ പാതയിൽ ജീവിക്കുക എന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയിലായി ജീവിക്കുക എന്നതാണ് അതിനുള്ള വഴി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പോഴും നാം ആ പ്രാർത്ഥന നിർവഹിച്ചു, അല്ലേ? അപ്പൊ നേരായ വഴി ഏതാണ്? അതും ഖുർആൻ പറഞ്ഞു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ലക്ഷ്യം പരലോക വിജയമാണ്, ഒപ്പം ഇഹലോക വിജയവും. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിയണം. അതിന് നേരായ വഴിയിലാവണം. നേരായ വഴി അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴി. ഇനി ഒരു വിഷയമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? മുജാഹിദുകളാണോ? ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ? തബ്ലീഗുകാരാണോ? അള്ളാഹുവാണ് പറയേണ്ടത്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ, അവരാണ് അല്ലാഹു തആല അനുഗ്രഹിച്ച ആളുകൾ. അപ്പോൾ നാം ഇവിടെ അന്വേഷിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ലഭ്യമാണ്. അല്ലാഹു അനുഗ്രഹിച്ചവർ, അല്ലാഹു തആല ആദരിച്ചവർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ വഴി ഏതോ ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്, നേരായ വഴി. ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ പിഴച്ചവാദങ്ങളാണ് എല്ലാം. ഞാനത് വിശദമായി ഇപ്പോൾ പറയുന്നില്ല. ലോക ചരിത്രത്തിന്റെ ആദ്യം മുതൽ തന്നെ ലോകത്ത് 2 വഴി പ്രകടമാണ്. മഹാനായ നമ്മുടെ പിതാവ് അബുൽ ബശർ ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ 2 വിഭാഗമായി ആളുകൾ മാറി. അന്നുള്ള ആളുകൾ, മലക്കുകൾ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മഹാനായ നമ്മുടെ പിതാവിന് സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാറി നിന്നു. അല്ലാഹുവേ, നിനക്ക് എത്രയും വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ സുജൂദ് ചെയ്യാ, പക്ഷെ ആദമിന് സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല എന്ന ഭാഷയായിരുന്നു ഇബ്ലീസ് അന്ന് പറഞ്ഞത്. അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണാം, ഏത് കാലഘട്ടത്തിലും ഈ 2 വിഭാഗം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ കാലത്തും നമുക്ക് കാണാം 2 വിഭാഗം. ഒരു വിഭാഗം ആദരിക്കുന്ന വിഭാഗം, വേറൊരു വിഭാഗം അനാദരിക്കുന്ന വിഭാഗം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് wudu എടുക്കുമ്പോൾ തന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ ശേഖരിക്കാൻ വേണ്ടി അവിടുത്തെ സമീപത്തേക്ക് വന്ന് തിക്കും തിരക്കും കൂട്ടുന്ന സ്വഹാബികൾ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുമുടി
ആ മുടി കളയുമ്പോൾ, ഷെയറെ മുബാറക്ക് കളയുമ്പോൾ അതിനെ പൊറുക്കിയെടുക്കാൻ വേണ്ടി ഓടി വരുന്ന സ്വഹാബികൾ ഒരു ഭാഗത്ത് നാം കാണുകയാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുമുടികൾ എടുത്തു വെച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹാബികൾക്ക് രോഗമായാൽ, കണ്ണേറ് ബാധിച്ചാൽ അവരോടിപ്പോകുന്നു ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത്. അവിടുന്ന് ആ തിരുമുടി എടുക്കുന്നു, വെള്ളത്തിൽ മുക്കുന്നു, സ്വഹാബികൾ ആ വെള്ളം കുടിക്കുന്നു, അവരുടെ രോഗം മാറുന്നു. എത്രയെത്ര സംഭവങ്ങൾ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്ത് സജീവമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങുന്നു, എന്തോ അന്വേഷിക്കുന്നു. ആളുകൾ വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എന്റെ തൊപ്പി കാണാനില്ല. എന്തിനാണ് ഈ സമയത്ത് തൊപ്പി അന്വേഷിക്കുന്നത്? ഇത് തല തന്നെ പോകുന്ന സമയമല്ലേ? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞ മറുപടി, എന്റെ തൊപ്പിയുടെ ഉൾഭാഗത്ത് എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയറെ മുബാറക്കിൽ നിന്ന് 2 തിരുമുടികൾ ഞാൻ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ തൊപ്പിയിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരൊറ്റ യുദ്ധത്തിലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. അതാണ് എന്റെ റൂട്ടെന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എല്ലാ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുമ്പോൾ അന്ന് ഒരു അബ്ദുള്ള മൗലവി ഉണ്ടായിരുന്നു. ഓ അബ്ദുള്ള മൗലവി, അന്നത്തെ ആരാണ് ഇയാള്? അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ. അയാളുടെ പേര് അബ്ദുള്ള തന്നെയാണ്. അന്ന് തേജസ് പത്രം ഇല്ലാത്തതുകൊണ്ട് അയാൾ ലേഖനം എഴുതിയിട്ടുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാള് അന്നത്തെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ്, മുനാഫിക്കുകളുടെ നേതാവ്, കപടവിശ്വാസികളുടെ നേതാവ്, അന്നത്തെ മുജാഹിദിന്റെ അഖിലേന്ത്യ അല്ലെങ്കിൽ അഖില ലോക പ്രസിഡന്റ് എന്ന് നിങ്ങൾക്ക് പറയാം. അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. സ്വഹാബികൾ നബിതങ്ങളെ കൂടെ വന്ന് തിക്കും തിരക്കും കൂടുമ്പോ ഇയാൾ വരൂല, ഇയാൾ ഒന്നിനും വരൂല. ഷെയറെ മുബാറക് കൊണ്ട് ബർക്കത്തെടുക്കാൻ ഇയാളില്ല, ഒന്നിനുമില്ല. ഒരു ദിവസം ഇയാളൊരു മകനുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ മകൻ. മകൻ നല്ല സുന്നിയാണ്, മകൻ സുന്നിയാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, വാപ്പ മുജാഹിദായാലും മകൻ സുന്നിയാവും ചിലപ്പോ. അപ്പോ ഒരു ദിവസം ഈ മകന്റെ പേര് അബ്ദുള്ള തന്നെ, ഒരു ദിവസം ഓടി വന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, എന്റെ ഉപ്പ അബ്ദുള്ള മൗലവി, അയാള് മുനാഫിക്കാണ്, അയാൾ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ആളാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന ആളാണ്. ഞാൻ അയാളെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? ഇപ്പോഴേ കൊന്നുകളഞ്ഞാലോന്നോ മകന്റെ ചോദ്യം. നബി തങ്ങൾ പറഞ്ഞു, ലാ തഖ്തുൽ അബാക്, മോനെ പിതാവിനെ കൊല്ലണ്ട. അപ്പൊ അടുത്ത ചോദ്യം, എന്നാ പിന്നെ അയാൾ നന്നാവണ്ടേ നബിയെ? അയാൾ നന്നാവാൻ എന്താ വഴി? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ പൊന്നുമോൻ പറഞ്ഞു കൊടുത്തു, നബിയേ, നിങ്ങളൊന്ന് വദൂ ചെയ്യണം. നിങ്ങളെ ശരീരത്തിൽ നിന്ന്, ആ പുണ്യമായ ശരീരത്തിൽ നിന്ന് വരുന്ന വെള്ളം ഞാനൊന്ന് സൂക്ഷിക്കാം, എന്നിട്ട് ഞാൻ എന്റെ ഉപ്പക്ക് കുടിപ്പിക്കാം. അങ്ങനെ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂവെടുക്കുന്നു. ഈ മകൻ വന്ന് വെള്ളം ശേഖരിക്കുന്നു, ഒരു പാത്രത്തിൽ വെള്ളമാക്കി. ഇതേതാ വെള്ളം? സ്വഹാബത്ത് സൂക്ഷിച്ച വെള്ളം, അതേ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം സ്പർശിച്ച വെള്ളം. ഈ വെള്ളവുമായി ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? ഇയാളെ വാപ്പക്ക് കുടിപ്പിക്കാനാ. ആരാ ഉപ്പ? അന്നത്തെ അബ്ദുള്ള മൗലവി അബ്ദുല്ലാഹിബ്നു ഉബയ്യ്. അയാളെ സമീപത്തേക്കാണ് പോയത്. എന്നിട്ട് പറഞ്ഞു, ഉപ്പ, നിങ്ങൾക്ക് നല്ലൊരു ഔഷധം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കുടിച്ചു നോക്കൂ. അപ്പൊ മകൻ സുന്നിയായതുകൊണ്ട് മർക്കസിൽ നിന്നൊക്കെ വരികയാണോ എന്ന് കരുതിയിട്ട് അയാൾക്കൊരു ബേജാറ്. പറഞ്ഞു, ഒരു ഉപ്പയോട് മകൻ പറയുന്നതല്ലേ, കുടിച്ചോ. അയാള് നന്നായിട്ടങ്ങ് കുടിച്ചു. നന്നായി കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോ മകൻ ചോദിച്ചു, ഉപ്പ, നിങ്ങൾ കുടിച്ച വെള്ളം ഏതാണെന്നറിയുമോ? ഇയാൾക്ക് ബേജാറാകാൻ തുടങ്ങി. ബേജാറാകണ്ട, നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾ കുടിച്ച വെള്ളം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം തട്ടിയ വെള്ളമാണ്. നിങ്ങളെപ്പോലെ ഭാഗ്യവാൻ ലോകത്തുണ്ടോ എന്ന് പറഞ്ഞപ്പോ അന്ന് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന അബ്ദുള്ള മൗലവി പറഞ്ഞ മറുപടി എന്താണ്? മുസന്നഫ് അബ്ദുർ റസാഖ് നിങ്ങൾ എടുത്തു നോക്ക്, അതിൽ കാണാം ഈ സംഭവം. എന്നിട്ട് എന്താണ് അവൻ പറഞ്ഞത്?
അയാൾ മകനെ പിടിച്ച് ചോദിക്കുകയാണ്, സഖൈതനി ബൗല ഉമ്മിക, സഖൈതനി ബൗല ഉമ്മിക, നീ എന്നെ കുടിപ്പിച്ചത് നിന്റെ ഉമ്മയുടെ മൂത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തേക്കാൾ നല്ലത് ഉമ്മയുടെ മൂത്രം കുടിക്കലാണെന്ന് അന്നത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് രേഖപ്പെടുത്തിയത് ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തും. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ ഇവിടെ ഊന്നി പറയുകയാണ്. വമൻ തുഅന ഫീ ശഅറത്തിൻ മിൻ ശഅറാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ശഅറിനെ ഒരാൾ ആക്ഷേപിച്ചാൽ എന്താണ് അവന്റെ വിധി? ഇമാം റാസി പറയുന്നത് യക്ഫുറു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത് ആദരവിന്റെ മാർഗം, അനാദരവിന്റെ മാർഗം, ഇത് രണ്ടും ലോകത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മുൻഗാമികളുടെ വഴി, ഈ ഒരു വഴി നിങ്ങളൊക്കെ സ്വീകരിക്കുക. അതിനുവേണ്ടിയാണ് ഈ മുഖാമുഖം, വേറൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ല. നമ്മുടെ അമ്പിയാക്കൾ, നമ്മുടെ ഔലിയാക്കൾ, നമ്മുടെ നേതാക്കൾ അവര് സ്വീകരിച്ച നയം, ആ നയത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എങ്ങോട്ടും പോകാൻ പാടില്ല. നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം, ചോദിച്ചു മനസ്സിലാക്കണം. തൗഹീദും പ്രാർത്ഥനയും ഒക്കെ ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാനത് വിശദീകരിച്ച് നമ്മുടെ സമയം ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നില്ല, കാരണം ചോദ്യം വരുമ്പോൾ പറയാമല്ലോ. അത്രമാത്രം ഇസ്തിഗാസയും തവസ്സുലും ഖുത്ബയുടെ ഭാഷയും എല്ലാം പരാമർശിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ മുന്നോട്ട് വരിക, ആവശ്യാനുസരണം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാവുന്നതാണ്. 3 കാര്യങ്ങൾ ആമുഖമായി ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, മുഖാമുഖത്തിന് ചോദ്യം ചോദിക്കുന്നവരുടെ ശ്രദ്ധക്കായി 3 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ഞങ്ങൾ പറയുന്നു. ഒന്ന്, ചോദിക്കുന്ന ചോദ്യങ്ങൾ സുന്നികളും അസുന്നികളും സുന്നി അല്ലാത്തവരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളായിരിക്കണം. അത് പ്രത്യേകം പറയാനുള്ള കാരണം, വല്ല ഗ്രൂപ്പ് വിഷയങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ ഇലക്ഷനേക്കാൾ വരുന്നതാണ്, അതൊന്നും ചോദിച്ചാൽ തൽക്കാലം മറുപടി പറയുന്നതല്ല. അവ സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാണ് ചോദിക്കേണ്ടത്. രണ്ടാമതായി പറയാനുള്ളത്, ചോദ്യത്തിന്റെ രൂപമനുസരിച്ച് ഉത്തരവും പ്രതീക്ഷിക്കേണ്ടതാണ് നാം. അതങ്ങനെയാണ്, നല്ല മനസ്സോടെ വിഷയങ്ങൾ പഠിക്കണം എന്ന ലക്ഷ്യത്തോടെ ചോദിക്കുന്ന ആളുകൾക്ക് ആ രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ മറുപടി പറയും. അതേ സമയത്ത് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേജിലുള്ള ആളുകളെ ഉത്തരം മുട്ടിക്കണം എന്നൊക്കെ കരുതി ചോദിച്ചാൽ അത് തിരിച്ചും അങ്ങോട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ റൂട്ടായതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായി പറഞ്ഞത്. പിന്നെ മൂന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു ചോദ്യം ഒരു ഉപചോദ്യം അങ്ങനെയൊന്നുമില്ല. മുജാഹിദുകളും ഇടക്ക് മുഖാമുഖം എന്ന പേരിട്ട് നടത്തി നോക്കലുണ്ട്. മാസങ്ങൾക്കും മലപ്പുറം ജില്ലയിൽ അരീക്കോട് വരെ ഒരു മുഖാമുഖം നടത്തി. മുഖാമുഖത്തിന്റെ ഒന്നാമത്തെ നിബന്ധന എന്താണെന്നറിയൂ? സുന്നികൾക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതാകുന്നു. പിന്നെന്ത് മുഖാമുഖ? മിനിയാന്ന് മഞ്ചേരിയിൽ മുഖാമുഖം നടത്തി കഴിഞ്ഞയാഴ്ച. ആ മുഖാമുഖത്തിന്റെ അവസ്ഥ എന്താ? ഒരു ചോദ്യം ഒരു ഉപചോദ്യം, പിന്നെ ഓടുക എന്നാണ്. പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല. അപ്പോ ആ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു കോപ്രായങ്ങളല്ല ഇത്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ ഓരോ വിഷയം, അത് കൃത്യമായി ഞങ്ങൾ പറയാണ്, ഒരു വിഷയം ചോദിച്ചാൽ ആ വിഷയം പഠിച്ച് അത് തീർത്തിട്ടാണ് അടുത്ത വിഷയം ചോദിക്കേണ്ടത്. അത് ഇതിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് നേരത്തെ നമ്മുടെ പ്രവർത്തകർ ഇറക്കിയ നോട്ടീസിൽ ഇത് കാര്യമായി പറഞ്ഞിട്ടുണ്ട്. തൗഹീദ് ശിർക്ക് തമ്മിലുള്ള അനന്തരം, അതുപോലെ തന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് പ്രസ്ഥാനങ്ങളുടെ ആശയ ചിന്ത വിഷയങ്ങൾ, അതുപോലെ തവസ്സുൽ ഇസ്തിഹാസ, ജുമുഅ ഖുത്ബ, സ്ത്രീ ജുമുഅ ജമാഅത്ത്, കൂട്ടുപ്രാർത്ഥന, സിയാറത്ത്, നേർച്ച, മൗലിദ് തുടങ്ങിയ വിഷയങ്ങളിൽ നവീനവാദികൾ സൃഷ്ടിച്ച തർക്കങ്ങളുടെ ഇസ്ലാമിക യാഥാർത്ഥ്യങ്ങൾ, ഖുർആൻ, ഹദീസ്, മറ്റു പ്രമാണങ്ങൾ, ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു സമ്പൂർണ്ണ വിശകലനം. അപ്പൊ അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യകർത്താക്കൾ മുന്നോട്ട് വരിക. എനിക്ക് പ്രസംഗിക്കാനില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ പ്രസംഗിച്ചാൽ ചിലപ്പോ നാളെ വന്നിട്ട് അത് ചോദ്യത്തെ പഴന്ന് പ്രസംഗം നീട്ടിയെന്ന് പറയും. അത് വേണ്ട, നമ്മൾ ചോദ്യത്തെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് വരട്ടെ. അതിന്റെ ഇടയിൽ വേറൊന്നുകൂടി നിങ്ങളോട് പറയാം. ഇൻഷാ അല്ലാഹ് ആവശ്യാനുസരണം മൗലവിമാരും നമ്മളെ വിഷയത്തിൽ ഇടപെടും. ആവശ്യമായ മൗലവിമാരൊക്കെ നമ്മുടെ സ്ക്രീനിൽ ആവശ്യമായ സമയത്ത് വരും എന്നുകൂടി അറിയിച്ച് ചോദ്യകർത്താക്കളെ ചോദ്യത്തിനായി ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും.
എൻ്റെ പേര് മുനീസ്, വീട് ഇവിടെ ചേലക്കുളത്ത് തന്നെയാണ്. ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഈ മുഖാമുഖം പരിപാടി വെച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. വലിയ അറിവുകൾ ഒന്നും തന്നെ എനിക്കില്ല. അപ്പോ മറ്റുള്ള എല്ലാവരുടെയും പരിപാടികൾ ഞാനിങ്ങനെ ശ്രവിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾ എന്നിൽ ഉണ്ടായി. അപ്പോൾ അതിലൊരു ചെറിയ സംശയം ഞാൻ ചോദിക്കുകയാണ്. എന്റെ സംശയം നബിദിനത്തെ പറ്റിയാണ്. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നബിദിനത്തെ പറ്റി ഒരു പരിപാടിയൊക്കെ മുജാഹിദുകാർ നടത്തിയിരുന്നു. അപ്പോൾ ആകെ സംശയങ്ങളായി. അതിൽ നിന്നും ഒരു ചെറിയ സംശയം എനിക്ക് പറഞ്ഞു തരണം. എന്റെ സംശയം എന്തെന്നാൽ, നബിദിനം എന്നത് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതാണല്ലോ. ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, മുസ്ലിമിന്റെ ജീവിതത്തിലെ ഓരോ തലവും നമുക്ക് ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമുക്കെല്ലാം അറിയിച്ചു തന്നിട്ടുണ്ടെന്നാണ് ഇതുവരെ ഞാൻ അറിഞ്ഞത്. അപ്പോ ഇവിടെ നബിദിനത്തെ പറ്റി പറഞ്ഞപ്പോ അതിൽ ഒരുപാട് സംശയങ്ങളുണ്ടായി. അതിൽ നബിദിനം ആഘോഷിക്കാൻ, നബിയുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടെങ്കിൽ, നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞ് ഖുർആനിലോ ഹദീസിലോ നമുക്ക് തെളിവുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് മഹാനായ അഷ്റഫുൽ ഹൽക്ക് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നല്ല ലക്ഷ്യത്തോടെയുള്ള ഒരു ചോദ്യമാണ്. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കുമൊക്കെ സന്മാർഗം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബി ആഘോഷിച്ചിട്ടുണ്ടോ, വിശുദ്ധ ഖുർആനിൽ അതിന് കൽപ്പനയുണ്ടോ, ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. സ്വാഭാവികമായും സഹോദരൻ തുടങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനം അവര് നടത്തിയ ചില പ്രോഗ്രാമുകളിൽ നിന്നുണ്ടായ ചില സംശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത് സംബന്ധമായി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിക്കുന്നു. എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് മറുപടിയിലേക്ക് വരും. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരും. അതുകൊണ്ട് ചോദ്യം നബിദിനവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ രംഗത്തുള്ള വാദങ്ങൾ എന്താണ് എന്ന് അവരുടെ മൗലവിമാര് തന്നെ പറഞ്ഞാൽ അത് നമുക്കൊരു സുഖമാകുമല്ലോ. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന ചോദ്യകർത്താവിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല, എല്ലാവരും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മുജാഹിദുകൾ എന്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ടാവും. അവരും ഓർക്കുക, മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ നബിദിനത്തെക്കുറിച്ച് സംസാരിക്കാനോ ഏറ്റവും ചുരുങ്ങിയത് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം അത് ഇന്ന ദിവസമാണ് എന്ന് തീരുമാനിക്കാനോ ഇക്കാലം വരെ മുജാഹിദുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥ. എന്നാണ് അഷ്റഫുൽ ഹൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? എല്ലാവർക്കും അറിയാം, വിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് തീരുമാനമായിട്ടില്ല. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അയാള് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന പ്രദേശത്ത് പ്രസ്ഥാനത്തിന്റെ പേര് സ്വീകരിച്ച് വലിയ തീവ്രവാദിയായി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്നാണ് നബിതങ്ങൾ ജനിച്ചത്? അയാൾ പറയുന്ന ഉത്തരം നിങ്ങൾ കേട്ടോളൂ. നബിതങ്ങൾ ജനിച്ചത് റമദാനിലാണ് എന്നാണ് അയാൾ പറയുന്നത്. ഒന്ന് വെച്ചു കൊടുക്ക്. നമ്മളെ പിന്നെ മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് വരട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന് നമുക്ക് അത് സംബന്ധമായി പറയുന്ന അറിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. അയാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് ഒരു തെളിവില്ല എന്നപ്പ പറഞ്ഞു. ഇനി എന്നായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക
എന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെന്ന് അയാൾക്ക് പറയാനുള്ളത്? അത് നമുക്ക് കേൾക്കാം. അയാൾ തന്നെ പറയട്ടെ. ആ വിഷയമേ നമുക്ക്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് നബിദിനം എന്നാണ് പറയുക. നബിദിനം എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? നബിയായ ദിനം. ഭാഷാപരമായി മാത്രങ്ങൾ പരിശോധിക്കുക. രാഷ്ട്രപതി ദിനം അല്ലേ? പ്രധാനമന്ത്രിയായ ദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ജനിച്ച് ഉമ്മാന്റെ കയ്യിലിരിക്കുന്ന കാലം അല്ല. രാഷ്ട്രപതിയായി ആര്? അബുൽ കലാം അല്ലെ? രാഷ്ട്രപതിയായി. അയാൾ രാഷ്ട്രപതിയായ ദിവസം ഒരു പക്ഷേ 60-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലായിരിക്കും. അപ്പൊ രാഷ്ട്രപതി ദിനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ച ദിനം അല്ല. നബി ദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം. അതെപ്പോഴാ? റബീഉൽ അവ്വല അല്ല. എല്ലാ മുസ്ലിങ്ങൾക്ക് അറിയാം റമദാനാ. ഇനിയാട്ടോ കേൾക്കേണ്ടത്, ശരിക്കും കേട്ടോ. നബിയായ ദിനം റമദാനാണ്. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. ഉസാറായി അവിടെ നിൽക്ക്. നിങ്ങൾ കേട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് റമദാനിലാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. വിവരം എന്ന് പറയുന്ന സാധനം അല്ലാഹു തആല ഇവർക്ക് കൊടുത്തിട്ടില്ല. ഞാൻ സാധാരണക്കാരായ മുജാഹിദുകളെ കുറിച്ചല്ല പറയുന്നത്. ഈ നേതാക്കൾ ഇവരെ വഞ്ചിക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കുക, അനസ് മൗലവി ഉണ്ടാവും അപ്പുറത്ത്. എന്താണ് അനസ് മൗലവിക്ക്? നമ്മളെ എറണാകുളം ജില്ലക്കാരനാണല്ലോ. പണ്ട് ആലുവ സംവാദത്തിൽ വെരട്ടിഫിക്കേഷൻ എന്നൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടാക്കി പോയ ആളാണ്. അയാൾ പറയട്ടെ എന്നാണ് നബി ജനിച്ചത് എന്ന് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. ശരി, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഇനിയിപ്പോ ഏതാ ശരി? അതെ, രണ്ടാളും, ഒരാൾ പറഞ്ഞ് റബീഉൽ അവ്വലിനാണെന്നാ, വേറൊരാൾ പറഞ്ഞ് റമദാനിലാണ് എന്നാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, 2 ദിവസം കൂടി ആര് ജനിക്കൂല? ഒരാൾ ജനിക്കൂല. അപ്പോ നബി ദിനം അത് എന്നാണ് എന്ന് പോലും തീരുമാനമാകാത്തവരാണ് നബിദിനത്തിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കണം. ഇനി നമ്മൾ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നു? ഒന്ന്, വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു. വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മളോട് കൽപ്പിച്ചത്? സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനം, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽഫറഹു. ഖുൽ ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, വബിറഹ്മതിഹി, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫബിദാലിക ഫൽഫറഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തണമെന്ന് വിശുദ്ധ ഖുർആൻ. ആരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം? ആരാണ് റഹ്മത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹം ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആരാണ് റഹ്മത്ത്? നബിതങ്ങളാണ് റഹ്മത്ത് എന്ന് ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറയുന്നു. സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നത് ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷ പ്രകടനം നടത്തണമെന്നാണ്. അവർ റസൂലുള്ളാഹി തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അപ്പൊ മുജാഹിദുകളെല്ലാം കൂടി ഗവേഷണം ചെയ്ത് എന്തായിരിക്കും ഇപ്പോ ഈ ആയത്ത്? അവസാനം മുജാഹിദ് ബാലുശ്ശേരി കണ്ടെത്തിയത് റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ പറഞ്ഞ റഹ്മത്ത് നബിതങ്ങളല്ല എന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. കേട്ടോ, അത് അയാൾ തന്നെ പറയുന്നു, നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകമാനം റഹ്മത്താണ് ഈ റസൂല്. അവിടെ റഹ്മത്ത് എന്ന് റസൂലിനെ പറ്റിയാ പറഞ്ഞു. എന്നാ വേറൊരു സ്ഥലത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞ റസൂലിനെ പറ്റിയല്ല. അത് സുന്നി പണ്ഡിതന്മാർ തെറ്റിച്ച് പറഞ്ഞതാണ്. ഞാൻ ആ ഭാഗം പിന്നീട് വിശദീകരിക്കും പറയും. എല്ലാ സ്ഥലത്തും റഹ്മത്ത്, ഒരു സ്ഥലത്ത് മഴ റഹ്മത്താണ് എന്ന് പറഞ്ഞാ അവിടുത്തെ റഹ്മത്ത് നബീനെ ഉദ്ദേശിച്ചെന്ന് ആരെങ്കിലും പറയോ? വിവരമുള്ളവർ പറയില്ല. പിന്നെ വിവരം കുറവുള്ള ഒരു സമൂഹത്തിനെ നയിക്കുന്നവർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. പക്ഷെ വിവരമുള്ളവർ പറയില്ല. മഴ റഹ്മത്താണ്, കാറ്റ് റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ ആ റഹ്മത്തിന് അത് നബീനെ പറ്റിയാണ്. അപ്പൊ നബിയാകുന്ന കാറ്റിന്ന, മഴയാകുന്ന നബീന. കൂട്ടരെ, ഖുർആനെ പറ്റി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് തൊട്ടതായ അതിനെപ്പറ്റി വീണ്ടും ഒരു സ്ഥലത്ത് ഖുർആനെ പറ്റി റഹ്മത്ത് അറിയാം, തൊട്ടതായ അതിനെപ്പറ്റി വീണ്ടും വിശേഷിക്കുമ്പോൾ റഹ്മത്ത് എന്ന് പറഞ്ഞാല് ലക്കോട്ടൊട്ടിക്കാൻ 2 മണി വറ്റുണ്ടല്ലോ തലച്ചോറ്, അത് തലയിലുള്ള ഒരറബിയും പഠിക്കണ്ടാന്ന്. എന്തിനാ അറബി പഠിക്കണേ? തൊട്ട് മുകളിൽ ഒരാളെ പറ്റിയിട്ട് പറഞ്ഞ അയാള് നല്ല സ്വഭാവമുള്ള ആളായിരുന്നു, ആ അയാള് എന്ന് പറഞ്ഞാൽ അതാരാ? കോരനാ? അല്ല. പിന്നെ ആ പറഞ്ഞ ആളാണ് അയാള് അല്ലേ? അത് മനസ്സിലാക്കാന് വലിയ കിതാബൊന്നും 25 കൊല്ലം ചൊറിഞ്ഞുത്തിന് രോധമൊന്നും വേണ്ടാന്ന്. അതിന്റെ ആവശ്യമില്ല. കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അത് ഉണ്ടായാൽ മതി. അത് ഉണ്ടായാൽ സംഗതി വളരെ എളുപ്പമായി. അതില്ലാതെ പോയതാണ് നിങ്ങൾക്ക് പറ്റിയ ആ കുഴപ്പം.
ഇയാള് പറഞ്ഞിട്ട് നിങ്ങൾ 25 കൊല്ലം ചൊറിഞ്ഞു കുത്തറിന് ഓതൊന്നും വേണ്ട. എന്നിട്ട് ഇയാൾ ചോദിക്കാണ്, കോമൺ സെൻസ് ഉണ്ടായാൽ മതി, അവിടെ പറഞ്ഞ റഹ്മത്താരല്ല, നബിതങ്ങളല്ല. എന്നാ ഞാൻ പറയട്ടെ, ലോകത്തെ ഒന്നാമത്തെ മുഫസ്സിർ ആരാന്നറിയോ? ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ചെറിയ കുട്ടിയായപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ തലയിൽ കൈവച്ചുകൊണ്ട്, അല്ലാഹുവേ എന്റെ കുട്ടിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തു കൊടുത്തു. ആർക്ക് വേണ്ടി? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി. ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്ന ആയത്ത് വിവരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന് കോമൺ സെൻസ് ഇല്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ഇതില്ല എന്നാണോ ഇവർ പറയുന്നത്? അപ്പൊ അതൊക്കെ തെറ്റാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അബൂ ഹയ്യാൻ തന്റെ തഫ്സീർ ബഹ്റുൽ മുഹീത്തിലും, അതുപോലെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദ്ദുറുൽ മൻസൂറിലും, അതുപോലെ അല്ലാമ ആലൂസി തന്റെ റൂഹുൽ മആനിയിലും ഒക്കെ അത് നബിതങ്ങളാണെന്നും നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ച് ഒരു മൃഗത്തെ അറുത്തു, വിതരണം ചെയ്തു. ഇത് ഇമാം ബൈഹഖി തന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് തെളിവാണെന്നും നമുക്ക് നബിദിനം സുന്നത്താണെന്നും ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഹാവീലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്തു, ഖുർആൻ നിർദ്ദേശിച്ചു, ലോകം മുഴുവനുള്ള ആളുകളൊക്കെ ചെയ്തു. ഇത് ലോകത്താർക്കും സംശയമില്ല. അതുകൊണ്ടാണ് KM മൗലവിയും അതുപോലെ TK മൗലവിയും ഒക്കെ ഇവിടെ വന്ന കാലഘട്ടങ്ങളിൽ അവരും നബിദിനം കൊണ്ടാടിയിരുന്നു, മുജാഹിദികളും ആഘോഷിച്ചിരുന്നു. തെളിവുകളൊക്കെ ഉണ്ട്, ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് നബിദിനം എന്നത് തീരെ ഒരു തർക്കവും ആർക്കുമില്ല. പിന്നെ ഒരാൾക്ക് മാത്രം തർക്കണ്ടായിരുന്നു. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരാളുണ്ട്. അത് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അയാൾക്കന്ന് ഭയങ്കര ദുഃഖമായിരുന്നു. ഇമാം ഇബ്നു കതീർ തന്റെ അൽബിദായിൽ അത് പറയുന്നുണ്ട്. ഇബ്ലീസ് സങ്കടപ്പെട്ട് അട്ടഹസിച്ച് കടഞ്ഞ് ഓടിയ ഒരു ദിവസമായിരുന്നു നബി തങ്ങൾ ജനിച്ച അന്ന്. സ്വാഭാവികമായും അനുയായികൾക്ക് അതുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്നേ ആ വിഷയത്തിൽ പറയാനും. ഇസ്ലാമിലെ ഓരോ ആരാധനകൾക്കും അതുപോലെ തന്നെ നാം എങ്ങനെ ജീവിക്കണം, നാം എങ്ങനെ നടക്കണം, ഏത് തലത്തിലും നമുക്ക് വ്യക്തമായ തെളിവുകൾ ഹദീസിലൂടെയും ഖുർആനിലൂടെയും തന്നിട്ടുണ്ട്. നബിയുടെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുക എന്ന് തെളിവായി ഖുർആനിൽ ആയത്തുണ്ടോ? അല്ലെങ്കിൽ ഹദീസിൽ നബിയുടെ ജന്മദിനം നിങ്ങൾ ഇന്ന ദിവസം ആഘോഷിക്കുക എന്ന് തെളിവുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിനാണ് മറുപടി പറഞ്ഞതും. അതായത് തെളിവ് എന്ന് വിചാരിച്ചാൽ പലപ്പോഴും നമ്മൾ വിചാരിച്ച അതുപോലെ അങ്ങ് പറയാന്നല്ല തെളിവ് എന്ന് മനസ്സിലാക്കി. നമ്മളേതെങ്കിലും ഒന്ന് ഇസ്തിഗാസ ജായിസാണ്, അനുവദനീയമാണ്, അൽ ഇസ്തിഗാസത്തു ജായിസത്തുൻ, അങ്ങനെ അങ്ങ് ഖുർആൻ പറയണം എന്ന് പറഞ്ഞാൽ അതല്ല തെളിവ്. പിന്നെ തെളിവ് എന്ന് പറഞ്ഞാൽ ഖുർആൻ. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫിഅല്, അവിടുത്തെ മൗനാനുവാദം, അവിടുത്തെ വാക്ക്, പ്രവൃത്തി, ഇതൊക്കെ തെളിവാണ്. പിന്നെ തെളിവുണ്ട് എന്ന് പറയേണ്ടത് നമ്മളുമല്ല, അത് നമ്മളെക്കാൾ പഠിച്ച് ആ വിഷയം കൈകാര്യം ചെയ്യുന്ന ആലിമീങ്ങളാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തന്റെ സ്വന്തം ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറുത്തു വിതരണം ചെയ്തു. ഇത് വ്യക്തമായ തെളിവാണ്. ഇത് ഞാൻ തെളിവാണെന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഉസ്താദിമാര് പറഞ്ഞതല്ല. ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ ഈ ഹദീസ് എടുത്തുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ച് അറവ് നടത്തിയത് ഈ വിഷയത്തിൽ നമുക്ക് തെളിവാണ്. ഇനി തെളിവ് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഇവിടെ വിശദമായി നമുക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വിഷയം നോക്കുന്നതിനും കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള രീതി
അത് സാധാരണ പറയുന്നത് പോലെ ആലിമീങ്ങൾ ഈ വിഷയത്തിൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എന്തു പറഞ്ഞു എന്നാണ്. അപ്പൊ സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൃത്യമായി പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഹാവീലിൽ ഫതാവ എന്ന ഗ്രന്ഥമാണിത്. ഇതിൽ വ്യക്തമായി ഒരു അധ്യായം തന്നെയുണ്ട്. ഹുസ്നുൽ മഖാസിദ് ഫി അമലിൽ മൗലിദ്, മൗലിദാഘോഷം സുന്നത്താണെന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഇതിലുണ്ട്. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തം ജന്മദിനത്തിൽ സന്തോഷിച്ച് അറവ് നടത്തിയെന്നും അത് നമുക്ക് തെളിവാണെന്നും നബിദിനം നമുക്ക് സുന്നത്താണെന്നും പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബിതങ്ങൾ തന്നെയാണ് അത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നാണ് പറയേണ്ടത്. നബി ജന്മദിനത്തിൽ സന്തോഷിച്ച് അറവ് നടത്തി എന്ന് പറഞ്ഞു. അതുമാത്രമാണോ ഇന്നിവിടെ നബിദിനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം നബിയുടെ ചര്യ കൃത്യമായി പിൻപറ്റുന്നു എങ്കിൽ നാം അന്ന് നബി അറവ് നടത്തി ചെയ്തതുപോലെ മാത്രമാണോ, അതോ അതോടൊപ്പം വേറെന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? സുഹൃത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് അറവ് ഏതായാലും നടത്താൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഞാൻ പറഞ്ഞു. ഓക്കെ, അതൊന്ന് പറഞ്ഞു. നബിദിനത്തിൽ അറവ് നടത്താന്നുള്ളത് ഉറപ്പായ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ബൈക്കെടുത്തൊന്ന് പറ. എനിക്ക് അറിവ് വളരെ, നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അറിവ് എന്ന് പറയുമ്പോൾ അതിലെ ആ പോലും പറയാനുള്ള അറിവില്ല. നിങ്ങൾ പറഞ്ഞു തന്നു, അത് ഞാൻ ശ്രവിച്ചു. ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ വേറെ ഒരുപാട് സംഘടനകളുടെ പരിപാടികൾ, ഞാൻ മുജാഹിദിന്റെ പേര് വരെ എടുത്തു പറഞ്ഞു, കേട്ട് സംശയങ്ങൾ തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സുഹൃത്തെ പറഞ്ഞേ, ഞാനിപ്പോ വായിച്ച് പറഞ്ഞു തന്നതില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഉസ്താദ് വായിച്ചു തന്ന അറബി, അതിന്റെ അർത്ഥം, ആ അറിവ് ശരിയാണെങ്കിൽ, ഉസ്താദ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ശ്രോതാക്കൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ എനിക്ക് വ്യക്തമായി അറബി വായിക്കാനോ അത് കൃത്യമായി അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവില്ല. ശരി, പക്ഷെ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതായാലും അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ കിതാബ് ഉദ്ധരിച്ച് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖഅൻ നഫ്സിഹി ബഅദൻ നുബുവ എന്ന് പറഞ്ഞ നുബുവത്തിന്റെ ശേഷം നബിതങ്ങൾ അവിടുത്തെ ശരീരത്തിന് വേണ്ടി അറവ് നടത്തി എന്ന സംഭവം ഞാൻ വായിച്ചു തന്നു. ഇത് ഇപ്പോ നിങ്ങൾക്ക് അതിനാളിപ്പോ ചോദ്യം ചോദിക്കാൻ വന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളെ ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് അറവ് നടത്താൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. നിങ്ങൾ അറവ് നടത്താമെന്ന് പറഞ്ഞു, ഞാൻ ബോധ്യപ്പെട്ടു. അറവ് നടത്താമെന്ന് പറഞ്ഞു, ഞാൻ ബോധ്യപ്പെട്ടു. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ അതൊരു വലിയ ഒരു കാര്യമായി. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അടിസ്ഥാനപരമായ ഒരു വിഷയം അത് നബിതങ്ങൾ ചെയ്താൽ പിന്നെ അതിനോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങൾ വിവിധ രൂപങ്ങളിൽ നമുക്ക് നടത്താവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ മദ്രസ നടത്തുന്നു അല്ലെ? മദ്രസ നടത്തൽ മുമ്പ് പതിവില്ലാത്തതാ, അതിഹിജറ 300 ശേഷം വന്നതാ. ഈ മദ്രസ എന്ന സംവിധാനം നബിയുടെ കാലത്തില്ല. പക്ഷെ അതിലുള്ളത് എന്താണ്? ഇൽമ പഠിപ്പിക്കലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഇൽമ പഠിപ്പിക്കുന്നതിന്റെ വിവിധ രൂപങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മദ്രസകളും കോളേജുകളും അൽമനാറും ശബാവും എല്ലാം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം സ്വന്തം ജന്മദിനത്തിൽ സന്തോഷിച്ച് അറവ് നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തു. ഇനി അവിടെ ഹലാലായ മറ്റു മാർഗങ്ങളിലൂടെ നമുക്ക് ആഘോഷിക്കാം. അത് ഞാൻ പറഞ്ഞതല്ല. ഇതേ ഹദീസ് ഉദ്ധരിച്ച് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഫയുസ്തഹബ്ബു ലനാ ഐദൻ, നമുക്ക് സുന്നത്താണ് ഇൽഹാറു ശുക്രി ബി മൗലിദിഹി, അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക, നന്ദി പ്രകടിപ്പിക്കുക. കേട്ടോട്ടോ, എന്തുകൊണ്ടൊക്കെ? ബിൽ ഇജ്തിമായി, സുയൂത്തി ഇമാം പറയാം, ബിൽ ഇജ്തിമായി, ആളുകൾ ഒരുമിച്ച് കൂടുക, ഭക്ഷണം വിതരണം ചെയ്യുക, വനഹ്വി ദാലിക മിൻ വുജൂഹിൽ ഖുർബാത്ത്. കണ്ടോ, ഇതുപോലെയുള്ള മറ്റു ഇബാദത്തുകളും പുണ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായി ചെയ്യുന്നത് ഈ ഹദീസിൽ നിന്ന് പുണ്യമാണെന്ന് കിട്ടുമെന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സഹോദരൻ ചോദിച്ചു, അതിന് കൃത്യമായി നല്ല ശൈലിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു പ്രകോപനവുമില്ലാതെ നിങ്ങളുടെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിച്ചു എന്ന് സദസ്സിനോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയം നിങ്ങൾക്കോ മറ്റു ചോദ്യകർത്താക്കൾക്കോ ചോദിക്കാവുന്നത്. അപ്പോ ഉസ്താദ് പറഞ്ഞു വന്നതനുസരിച്ച് നബിദിനം ആഘോഷിക്കുക എന്നത്, നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടെന്നല്ല, വേറെ ഏതോ ഒരു പണ്ഡിതൻ എഴുതി വെച്ച കിതാബിലുണ്ട് എന്നല്ലേ?
അങ്ങനെയല്ല മോനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നിടത്ത് ചില ഒരു പ്രയാസം അത് വേണ്ട. പണ്ഡിതൻ എഴുതി വെച്ചു നിങ്ങൾ പറഞ്ഞല്ലോ. എല്ലാം എഴുതി വെക്കേണ്ടത് പണ്ഡിതന്മാരാണ്, നമ്മളല്ല. അതാണ് സുന്നത്ത് ജമാഅത്തും മുജാഹിദുകളും ജമാഅത്തും തമ്മിലുള്ള വ്യത്യാസം തന്നെ. നമ്മൾ ഖുർആനും ഹദീസും ഗവേഷണം ചെയ്യാൻ പോവില്ല. മറിച്ച് ഹദീസുകളും ആയത്തുകളും പഴയ കാലത്തുള്ളതാണ്. 13 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ഉണ്ട് ഖുർആനും ഹദീസും ഒക്കെ. അതിന് മുമ്പുണ്ട്, നമ്മുടെ സമുദായത്തിലുണ്ട്. ആ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഈ വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും നമ്മളല്ല വ്യാഖ്യാനിക്കേണ്ടത്, ആലിമീങ്ങളാണ്. സുയൂത്തി ഇമാം പറഞ്ഞത് സുയൂത്തി ഇമാമിന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു കാര്യമല്ല, മറിച്ച് ഹദീസ് അവിടെ വെച്ചുകൊണ്ട് നിബിതങ്ങൾ അറിവ് നടത്തി ജന്മദിനത്തിൽ സന്തോഷിച്ച് അതുകൊണ്ട് നമുക്ക് സുന്നത്താണെന്നാണ്. അപ്പൊ ഹദീസിന്റെ വെളിച്ചത്തിൽ പിന്നെ ആയത്തും ഞാൻ പറഞ്ഞു, പണ്ഡിതന്റെ വാക്ക് മാത്രമല്ല, ആയത്ത് ഹദീസും പറഞ്ഞിട്ട് ഈ ആയത്തും ഹദീസും എന്റെ വകയിൽ പറഞ്ഞതല്ല, അത് ഇമാമിയങ്ങൾ തന്നെ രേഖപ്പെടുത്തിയതാണ് എന്നതിനാണ് ഞാൻ ഇമാമിയങ്ങളെ കിതാബ് വായിച്ചത്. അപ്പൊ വിഷയം നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ആ ഹദീസ് ഉദ്ധരിച്ച് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഞാൻ അങ്ങനെ വിശാലമായി പറഞ്ഞത്. നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ നബിയുടെ ജന്മദിനം അത് ഹദീസിലും വ്യക്തമായിട്ടില്ല. അങ്ങനെ ഒരു ഉദാഹരണം ഞാനിപ്പോ പറയുകയാണെങ്കിൽ, ഉസ്താദ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മദർസ നടത്തുന്നത് നേരത്തെ ഇല്ല. അതുപോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഒരു ചെല്ലേണ്ട ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കൃത്യമായി നബിദിനത്തിന് മാത്രം എന്തുകൊണ്ട് നമുക്ക് ഹദീസുകൾ കറക്റ്റ് നിങ്ങൾ നബിദിനം ഇന്ന പോലെ ആഘോഷിക്കുക, നബിയുടെ ഇതിന് ഘോഷയാത്ര നടത്തുക ജന്മദിനത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കിയതൊക്കെ പൊട്ടത്തരങ്ങളായി വരികയാണ്. നമ്മളിപ്പോ ചെയ്യുന്ന പ്രവർത്തനം നബിദിനം മാത്രമെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മുഖാമുഖം നടത്താൻ തെളിവുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇങ്ങനെ ഒരു മൈക്ക് വെച്ച് അതുപോലെ മുജാഹിദികൾ സാൽവേഷൻ നടത്തിയില്ലേ എറണാകുളത്തും കോഴിക്കോടുമൊക്കെ? നബിതങ്ങൾ സാൽവേഷൻ നടത്തിയ ഗ്രൗണ്ട് ഏതാണ്? അങ്ങനെ ഉണ്ടോ? നബിതങ്ങൾ ഏതെങ്കിലും കാലത്ത് അങ്ങനെ നടത്തിയിട്ടുണ്ടോ? അൽമനാറുണ്ടോ നബിയുടെ കാലത്ത്? ഷബാബുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇതിനൊക്കെ തെളിവെന്താണ്? അടിസ്ഥാനപരമായ തെളിവുണ്ടോ നോക്കും. അതിന് നിങ്ങൾക്ക് പറ്റി, നിങ്ങളെ കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റി ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. തെളിവ് പറയേണ്ടത് നേരെ ഇതാണെന്ന് പറയലല്ല തെളിവിന്റെ ഗതി, മറിച്ച് അടിസ്ഥാനപരമായ വിഷയം നമ്മുടെ പ്രമാണങ്ങളിൽ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പൊ നമ്മളൊരു ആഘോഷം നടത്തുന്നു, ഈ ആഘോഷം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിക്കുമ്പോ ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങളോട്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ തന്നെ, അത് ഖുർആനിൽ അത് കിട്ടും. നിങ്ങൾ ഖുർആൻ ചിന്തിക്കാഞ്ഞിട്ടാണ്. അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യുകയും ചെയ്യുമ്പോ നമുക്കത് വ്യക്തമായി. നിങ്ങൾ പറഞ്ഞതിൽ വ്യക്തമായിട്ടില്ല, ഞാൻ പറയുന്നത് വ്യക്തമായി ഉണ്ട് എന്നാണ്. കാരണം നബിതങ്ങൾ തന്നെ, നിങ്ങൾ തന്നെ പറഞ്ഞു നേരത്തെ, എനിക്ക് ബോധ്യപ്പെട്ടു നബിയുടെ ജനനത്തിൽ സന്തോഷിച്ച് അറിവ് നടത്താൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ജനനത്തിൽ സന്തോഷിച്ച് ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായ തെളിവാണ്. ഈ മദ്രസക്കൊന്നും ഇല്ലാത്തതിനേക്കാൾ വലിയ തെളിവ് ആ വിഷയത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് സഹോദരൻ കൃത്യമായി മനസ്സിലാക്കുക, നബിതങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മതി. ചെയ്യലും പറയലൊക്കെ തെളിവാണ്. ഒരു ആഘോഷിക്കൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല തെളിവാവുക, അവിടുന്ന് ചെയ്തതും തെളിവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറവ് നടത്തി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സുന്നത്താണ് എന്ന് ആ ഹദീസ് ഉദ്ധരിച്ച് ഇമാമിങ്ങൾ പറയുകയും ചെയ്താൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടതേ ഇല്ല എന്നാണ് ആ വിഷയമായി പറയാനുള്ളത്. അപ്പോ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് നബിദിനം ആഘോഷിക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ ഇപ്പോ മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഉസ്താദ് പറഞ്ഞു തന്ന ഒരു ഇത് വെച്ച് മാത്രം ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ പറയുന്നു. പക്ഷേ ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചാൽ ഞാനിപ്പോ ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് എനിക്ക് കിട്ടുമല്ലോ. ഓക്കെ, അതല്ല, അതിനു മുമ്പ് ഞങ്ങൾക്കൊന്ന് പറയണ്ട്. നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ട ആളുകൾ, ഇത് സംബന്ധമായി പഠിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ സദസ്സിൽ. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്തുണ്ടാവുമല്ലോ. അവര് വരട്ടെ, എന്നിട്ട് പറയട്ടെ അങ്ങനെ ഒരു ഹദീസ് ഇല്ല, അല്ലെങ്കിൽ സുയൂത്തി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല, ഖുർആനിലില്ല, ബിദ്അത്താണ്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നബിദിനം ബിദ്അത്താണ് എന്ന്
തന്റെ ഇടത്തോടെ ആണത്തത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാൻ കെൽപ്പുള്ള ഒരാൾ മുന്നോട്ട് വരട്ടെ. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ട് ഇത് ബിദ്അത്തായി എന്ന് നമുക്ക് അത് പറയുന്നവരോടൊന്ന് അന്വേഷിക്കാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഏതായാലും ഇത് പഠിച്ചു. ഇനി അല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ അവരെ കൂട്ടത്തിലൂടെ വന്നിട്ടുണ്ടാകുമല്ലോ, ഇത് നല്ലൊരു അവസരമാണ്. അവര് തന്നെ മൈക്കിലേക്ക് വരട്ടെ. നമ്മുടെ ആലിമീങ്ങൾ എവിടെയുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. ഇപ്പൊ തന്നെ തീരുമാനാക്കാം. ഇനി വേറൊരു ദിവസത്തേക്ക് നിൽക്കേണ്ടതില്ല. നിങ്ങളല്ലേ കൊണ്ടുവരൂ. ഞങ്ങളിവിടെ നമ്മുടെ നിയമം അനുവദിക്കുന്ന അത്രയും സമയം ഇവിടെ ഇരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളെ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്താം. സാക്ഷാൽ എ പി അബ്ദുൽ ഖാദിർ മൗലവി വന്നാലും ഇൻഷാ അല്ലാഹ് മറുപടി പറയുമെന്ന് ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഞാനിപ്പോ ഒരു മുജാഹിദ് പള്ളിയുടെ അടുത്ത് നിൽക്കുന്നു. വേറെ അടുത്ത് പള്ളികളൊന്നുമില്ല. അപ്പോ എനിക്ക് ഈ മുജാഹിദുകളെ തുടരുന്നതിൽ, അതായത് അവരുടെ ഇമാമുകളെ തുടരുന്നതിൽ എന്താണ് അതിന്റെ ഒന്ന് പറഞ്ഞു തന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. خذ بيدي قلت حيلتي أدركني يا رسول الله. ചോദ്യകർത്താവ് ഉന്നയിച്ച രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടി നേരത്തെ എൻ്റെ സുഹൃത്ത് നൗഷാദ് ഹസനി പറഞ്ഞതിന്റെ ഒരു വിശദീകരണം ആയിട്ട് ഒരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നബിദിനം, എന്റെ നബിദിനം ആഘോഷിക്കൂ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ നബിദിനം ആഘോഷിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത്, അങ്ങനെയുള്ള ഒരു ഖുർആനിലെ ഒരു വചനം കൊണ്ടുവരാൻ കഴിയുന്നില്ല, അങ്ങനെ ഇല്ല അല്ലേ എന്നാണ് ഇപ്പൊ അദ്ദേഹം അവസാനമായി ചോദിച്ച് സംതൃപ്തി അടയാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ അത് ഇസ്ലാമിന്റെ മൂല സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഉസൂലുകളെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. ഞാൻ ഈ ചോദ്യകർത്താവിനോടല്ല പറയുന്നത്, ഇത് സാധാരണ വലിയ മുജാഹിദുകൾ വരെ ചോദിക്കാറുള്ള കാര്യമാണ്. മൗലൂദ് അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ജന്മദിനം അവിടെ നിൽക്കട്ടെ, നമുക്കെല്ലാവർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഒരു ദിവസം നിർവഹിക്കുന്ന 5 വക്ത് നിസ്കാരം. അത് സുന്നിക്ക് തർക്കമില്ല, മുജാഹിദിനും തർക്കമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ തന്നെ ആയിരിക്കണം. 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന കാര്യത്തിൽ നമ്മൾ ആരും തർക്കിക്കാറില്ല, എല്ലാവരും അത് അംഗീകരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധ ഖുർആനിൽ 6000-ൽ ചില്ലാനും വരുന്ന ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ ഇതാ സുബ്ഹ്, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ എന്ന് പറയുന്ന ഈ 5 വക്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കണേ എന്ന് പറയുന്ന ഒരൊറ്റ ആയത്ത് അള്ളാന്റെ ഖുർആനിൽ കാണിച്ചു തരാൻ കഴിയൂ? സുന്നികളാ ഞങ്ങൾക്ക് കഴിയില്ല, ഉറപ്പാണ്. കാരണം ഖുർആനിൽ ഇല്ല. മുജാഹിദുകൾക്കും കാണിക്കാൻ കഴിയില്ല, ജമാഅത്തെ ഇസ്ലാമിക്കും കാണിക്കാൻ കഴിയില്ല. ഏത്? ഈ സുബ്ഹ്, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ എന്ന് പറയുന്ന ഈ 5 വക്ത് നിസ്കാരം, ഈ 5 വക്ത് നിസ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്ത് അള്ളാന്റെ ഖുർആനിൽ ഇല്ല. അപ്പൊ ഒരാൾ ചോദിക്കുക ഇയാളെ പോലെ, അല്ല അപ്പൊ ഈ 5 വക്ത് നിസ്കാരം, ഈ പേരിൽ 5 വക്ത് നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ ഒരു ആയത്ത് അള്ളാന്റെ ഖുർആനിൽ ഇല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിസ്കരിക്കൂല, അങ്ങനെ നിസ്കരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ ഇത് നിസ്കരിക്കേണ്ട, എന്നിട്ട് നരകത്തേക്ക് പോയിക്കോ എന്ന് പറയല്ലാതെ വേറെ ഒരു പരിഹാരവും അതിനില്ല. കാരണം ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഉറപ്പല്ലേ? ഇതിന്റെ അർത്ഥം 5 വക്ത് നിസ്കാരം നിസ്കരിക്കണം എന്നതിന് ഖുർആനിൽ തെളിവില്ല എന്നാരും തെറ്റിദ്ധരിക്കണ്ട, അത് ഖുർആനിൽ തെളിവുണ്ട്. പക്ഷെ ഈ 5 വക്ത് നിസ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്ത്, അതായത് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങനെ മൂപ്പർ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരായത്ത് അത് ഖുർആനിൽ ഉണ്ടാവൂല. അത് കിട്ടണമെങ്കിൽ മുജാഹിദ് ആഫീസിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ ഖുർആനിലുള്ള ആയത്തുകളെ നമുക്ക് പറയാവൂ. അത് ഈ വിഷയം എന്നല്ല, ഏത് വിഷയവും അങ്ങനെയാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് ഒന്ന്. മറ്റൊന്ന്, നൗഷാദ് ഹസനി ഇവിടെ തെളിവ് ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചു. എന്താ? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ. അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഫല്യഫറഹു, ജനങ്ങള് സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അള്ളാന്റെ ഖുർആനിന്റെ ആജ്ഞയാണ്, ആ നിർദ്ദേശമാണ്. ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് ആരാ? അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞു. ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദ്റക്കിൽ 100ാമത്തെ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാ, ഞാൻ നിശ്ചയം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിട്ടുള്ള റഹ്മത്താകുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് ആ കാര്യം വിശദീകരിച്ചു പറഞ്ഞു, ഈ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് റസൂലുള്ളാഹിയാണ്. അപ്പൊ ഖുർആൻ പഠിപ്പിച്ചതിന്റെ താല്പര്യം എന്താ? അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. റസൂലാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് മാത്രമാണ് ഖുർആൻ പറഞ്ഞത്. എങ്ങനെ, എപ്പോൾ, ഏത് രൂപത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുതത്വം, ഇസ്ലാമിലെ പൊതുതത്വം അവിടെ കടന്നു വരുന്നു. എങ്ങനെയൊക്കെ ആവാം, അത് ഇസ്ലാം വിലക്കാത്ത ഏത് രൂപത്തിലുമാവാം. അതാണ് ഇതിന്റെ തീരുമാനം. ഖുർആൻ നിങ്ങൾ ഫല്യഫറഹു, ആ റസൂലിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചോളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നതിന്റെ ഏറ്റവും മർമ്മപ്രധാനമാണ്. ആരംഭ റസൂൽ ഭൂമി ലോകത്തേക്ക് പിറന്നു ജനിച്ച് വീണ സമയത്ത് ആ അനുഗ്രഹത്തെ നമ്മൾ ആഘോഷിക്കുക എന്നത് ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ കാര്യം രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് ആ സന്തോഷ പ്രകടനം എങ്ങനെയൊക്കെ ആവാം, എങ്ങനെയാവാം, അനുവദനീയമായ രൂപത്തിൽ എങ്ങനെയുമാവാം. അതാണ് പല നാടുകളിലും പല രൂപത്തിലാണ് ഇത് കാണുന്നത്. നിങ്ങൾക്കറിയോ, നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ നാടുകളിൽ നല്ല റാലി നടത്തിക്കൊണ്ടായിരിക്കാം, ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് വെച്ചുകൊണ്ടായിരിക്കാം, മൗലിദ് ഓതിക്കൊണ്ടായിരിക്കാം, ആടുകളെ അറുത്തുകൊണ്ടാവാം, ഭക്ഷണ വിതരണം, ഏത് രൂപവുമാവാം. ഇസ്ലാം വിലക്കാത്ത രൂപമായാൽ മതി. ഇതിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ഈ സന്തോഷ പ്രകടനം അത് റബീഉൽ അവ്വൽ മാസത്തിൽ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിലില്ല. അല്ലെങ്കിൽ റാലി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഒരായത്ത് ഹദീസ് ഖുർആനിലില്ല, ഹദീസിലില്ല, ഒന്നുമില്ല. അതൊക്കെ മുജാഹിദുകളെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് രൂപത്തിലൊക്കെ ആഘോഷിക്കാം, ഇസ്ലാം അനുവദിക്കുന്ന ഏത് രൂപത്തിലുമാവാം. അതാണ് മുസ്ലിമീങ്ങൾ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത രൂപത്തിൽ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാണിച്ചു തന്നത് മാംസം അറുത്ത്, അല്ലെങ്കിൽ ആട്ടിനെ അറുത്ത്, ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്തുകൊണ്ടു നടത്തിയത് നേരത്തെ ഇവിടെ പറഞ്ഞു. ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല രേഖപ്പെടുത്തി വെച്ചു. ഇനി നിങ്ങൾ നോക്ക്, മറ്റൊരു സംഭവം അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മഹാനവറുകൾ പറയുന്നു, ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ആമിറുൽ അൻസ്വാരി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക്, മദീനയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആമിറുൽ അൻസ്വാരി ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? അവിടെ തന്റെ ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അതാ സംഘടിപ്പിച്ചിരിക്കുന്നു. തന്റെ കുടുംബങ്ങളെയും തന്റെ സുഹൃത്തുക്കളെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ വിളിച്ചു വരുത്തി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഇങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഈ മൗലിദ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മൗലിദ് ഓതുക, മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ് എന്നൊക്കെ പറയുന്നത് എന്താ? ആരംഭ റസൂലിന്റെ ജന്മത്തിലുണ്ടായ അത്ഭുതങ്ങൾ വിശദീകരിക്കുകയാണ്. നമ്മളെ മങ്കൂസ് മൗലിദിൽ അതല്ലേ, ഉരിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. ആരംഭ റസൂലുള്ളാഹി ഭൂമി ലോകത്തേക്ക് ജനിച്ചു പിറന്നു വീഴുന്നു. റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് അതാ പ്രകാശ കിരണങ്ങൾ, അങ്ങേയറ്റത്തെ സൗന്ദര്യത്തിന്റെ പ്രകാശങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നിത്യാദി പ്രയോഗങ്ങളാ മങ്കൂസ് മൗലിദിലുള്ളത്.
റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി ആമിറുൽ അൻസാരിയുടെ വീട്ടില് സ്വഹാബത്തിനൊക്കെ വിളിച്ചു വരുത്തി, കൂട്ടുകുടുംബാദികളെ വിളിച്ചു വരുത്തി അദ്ദേഹം റസൂലുള്ളാഹിന്റെ ആ മൗലിദ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ജന്മത്തിനുണ്ടായ അത്ഭുതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഞാനത് വിശദീകരിക്കുകയല്ല. ആ സദസ്സിലേക്ക് ഫൈദാ ജാഅൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇതിങ്ങനെ കേൾക്കുകയാണ്. ഇതങ്ങനെ കേട്ടപ്പോ ഇത് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്ന ആമിറുൽ അൻസാരി എന്ന സ്വഹാബി പറയുന്നു, അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, ഹാദാ അൽ-യൗം, ഹാദാ അൽ-യൗം, ജനങ്ങളെ ആ ദിവസമാണ് ഇന്ന്, ഇന്നാണ് ആ ദിവസം. റസൂല് ജനിച്ച റബീഉൽ അവ്വൽ 12 ഇന്നാണ് ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ എന്ന് പറഞ്ഞ് റസൂല് ജനിച്ച ദിവസത്തിൽ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് ആഘോഷിക്കുന്നു. ഇതങ്ങ് കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? ഓന്റെ ആമിറെ, നീ ചെയ്യുന്നത് ശരിയല്ലോ. എന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, അത് അനാചാരമാണ്, നരകത്തിലേക്ക് പോണ പരിപാടിയാണ്. കേരളത്തിലെ അൽമനാറും ശബാബും ഒക്കെ എഴുതിയത് നീ വായിച്ചിട്ടില്ലേ എന്നല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ആമിറുൽ അൻസാരി എന്ന സ്വഹാബി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഫതഹ ലക അബ്വാബർ റഹ്മാ ഖാല റസൂലുള്ളാഹി. ഓ ആമിറെ, അല്ലാഹു നിങ്ങൾക്ക് അവന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു തന്നിരിക്കുന്നു. വൽ മലായികതു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക, മലക്കുകൾ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമിറെ. ഇത് തെറ്റാണ് എന്നല്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫമൻ ഫഅല ഫഅലക നജാ നജാതക. ആമിറെ, നിങ്ങൾ ഈ ചെയ്തതുപോലെ ആര് ചെയ്യുന്നുവോ അവരൊക്കെ തന്നെയും നിങ്ങൾ വിജയിക്കുന്നത് പോലെ വിജയിച്ചിരിക്കുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആരംഭ റസൂല് തന്നെ നബിയുടെ ജന്മദിനത്തിൽ തന്നെ സന്തോഷം പ്രകടിപ്പിക്കുന്ന മറ്റൊരു രൂപം, അതിന് പച്ചക്കൊടി കാണിക്കുന്നു, അംഗീകാരം നൽകുന്നു, സ്വഹാബത്ത് അത് പ്രാവർത്തികമാക്കുന്നു. അപ്പൊ ഖുർആനിലുണ്ട്. ഖുർആൻ പഠിപ്പിച്ചതിന്റെ രൂപഭാവങ്ങൾ എങ്ങനെയാണ് അത് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയാമോ, ഹാഫിള് അഹ്മദുൽ ഖസ്തല്ലാനി തങ്ങൾ, ആമിർ അഹ്മദുൽ ഖസ്തല്ലാനി തങ്ങൾ തന്റെ വിശ്രുതമായ ഗ്രന്ഥം അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മുസ്ലിം ലോകത്തുള്ള ആളുകൾ അവരെല്ലാവരുമായിരുന്നു യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന ആ റബീഉൽ അവ്വൽ മാസത്തെ അവരൊക്കെ ആഘോഷിക്കാറുണ്ടായിരുന്നു. കണ്ടോ, വയഅമലൂനൽ വലായിമ, സദ്യകൾ തയ്യാർ ചെയ്യാറുമുണ്ടായിരുന്നു. ആഘോഷത്തിന്റെ വിവിധ മുഖങ്ങളാണിത്. വയതസദ്ദഖൂന ഫീ ലയാലിഹി, ആ രാത്രികളിൽ അവർ സ്വതക്ക ചെയ്യാറുമുണ്ടായിരുന്നു. ബി അൻവാഇ സ്വതക്കാത്തി, വ്യത്യസ്തങ്ങളായ സ്വതക്കകൾ. വയുൽഹിറൂന സുറൂര, സന്തോഷം പ്രകടിപ്പിക്കാറുമുണ്ട്. വയസീദൂന ഫിൽ മബറാത്തി, നന്മകളിൽ അവർ വർദ്ധിപ്പിക്കാറുമുണ്ടായിരുന്നു. വയൽതനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇത് മുസ്ലിം ലോകത്തിന്റെ നിലപാടാണ്. മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു. പറയുന്നതാരാ? സ്വഹീഹുൽ ബുഖാരിക്ക് വിശ്രുതമായ വ്യാഖ്യാന ഗ്രന്ഥം ഇർഷാദു സാരി എന്ന ഗ്രന്ഥം എഴുതിയ ഹാഫിള് അഹ്മദുൽ ഖസ്തല്ലാനി തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ടല്ലേ മുസ്ലിം ലോകത്ത് മുഴുവനും നടക്കുന്നത് കൊണ്ടല്ലേ കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക പ്രാചീന നേതാക്കൾ കെ.എം. മൗലവിയും ഇ.കെ. മൗലവിയും അവരുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പത്രങ്ങൾ ഞങ്ങളെ കൈവശമുണ്ട്. അൽ ഇർഷാദ് ഉണ്ട്, അൽ മുർഷിദ് ഉണ്ട്. അതിലൊക്കെ പറയുന്നത് എന്താ? എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല, എന്റെ കയ്യിലുള്ളത് അൽ മുർഷിദാണ്. കെ.എം. മൗലവിയുടെ നേതൃത്വത്തിൽ ഇ.കെ. മൗലവി എഴുതുന്ന
ഈ അൽ മുർഷിദ് മാസിക പുസ്തകം 3 ലക്കം 7 937 മെയ് ലക്കത്തിൽ ഇറങ്ങിയ അൽ മുർഷിദാണ് എന്റെ കയ്യിൽ. ഇതിൽ കാണാം ആരംഭ റസൂലിന്റെ ജന്മദിനാഘോഷത്തെ കുറിച്ച് പറയുന്നു. കേട്ടോളൂ നിങ്ങൾ. ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം എല്ലാവരും ഇത് കൊണ്ടാടുന്നുണ്ട്. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ചെറിയ മുജാഹിദുകളെ പൂർവ്വ പ്രാചീന നേതാക്കൾ പഠിപ്പിക്കുക. എന്താ പ്രാചീന നേതാക്കൾ പഠിപ്പിക്കുകയാണ്? ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് മൗലിദാഘോഷം. അതുകൊണ്ട് എല്ലാവരും ഇത് നടത്തണം. മുജാഹിദിന്റെ പ്രാചീന നേതാക്കൾ എഴുതി വെക്കുന്നു. എന്നിട്ട് അവസാനം പറയാം മൂപ്പര്, മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്, ഒരു പുണ്യ സദസ് തന്നെയാണ്. മൗലിദിന്റെ മജ്ലിസ് റസൂലുള്ളാഹിനോടുള്ള മഹബത്തും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സദസ്സാണ്. അതൊരു പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്താ തത്ലഉ ബൈനനാ ഫിൽ കബാകിബി കൽബുദൂർ ബൽ വാഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطاحي والحبيب العربي എന്ന് ചൊല്ലുന്ന മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. അപ്പൊ മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കാത്ത മുജാഹിദുകൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു എന്ന് പറയുന്നത് ആരാ? കേരളത്തിലെ മുജാഹിദുകളെ പ്രാചീന നേതാക്കളാണ്. നിങ്ങൾ ഇത് ഓർക്കണം സഹോദരന്മാരെ. അപ്പോ ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്, പൂർവിക മുസ്ലിമീങ്ങളെ നിലപാടിലുണ്ട്, പുറമെ പ്രാചീന നേതാക്കളായ വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.